വയനാട് മാനന്തവാടിയിൽ പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് ഒ.എം. ജോർജ് കീഴടങ്ങി. മാനന്തവാടി SMS ഡിവൈഎസ്പിക്ക് മുൻപാകെയാണ് ജോർജ് കീഴടങ്ങിയത്. മുജീബ് റഹ്മാൻ വിവരങ്ങൾ നൽകും. മുജീബ്, വിശദാംശങ്ങൾ. അരുൺ, അല്പ സമയം മുമ്പാണ് ജോർജ് കീഴടങ്ങിയത്. പ്രമാദമായൊരു കേസ് തന്നെയായിരുന്നു ഇത്. നേരത്തെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് DCP അംഗം കൂടിയായ ജോർജ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് അദ്ദേഹം മാനന്തവാടിയിൽ കീഴടങ്ങിയിരിക്കുന്നു. കൂടുതൽ അന്വേഷണങ്ങൾ നടന്നിരിക്കാം. അരുൺ, പട്ടികവർഗ വിഭാഗക്കാരിയായ 17കാരിയെ പീഡിപ്പിച്ചത് പരാതിയിലായിരുന്നു സുൽത്താൻ ബത്തേരിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ജോർജിനെതിരെ പോക്സോ കേസ് എടുത്തിരുന്നത്. മുൻ പഞ്ചായത്ത് അംഗമായ O.M. ജോർജിനെതിരെ എടുത്ത കേസിൽ 1.5 വർഷത്തോളം ഇയാൾ യുവതിയെ ആരുമില്ലാത്ത സമയങ്ങളിൽ പീഡിപ്പിച്ചതായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. കുട്ടിയുടെ മാതാപിതാക്കൾ ജോർജിന്റെ വീട്ടിൽ ജോലിക്ക് പോവാറുണ്ടായിരുന്നു, വീട്ടുജോലിക്കായി പോവാറുണ്ടായിരുന്നു. അവധി ദിവസങ്ങളിൽ പെൺകുട്ടിയും ജോർജിന്റെ വീട്ടിൽ പണിക്കെത്തുമായിരുന്നു. മാതാപിതാക്കൾ ഒപ്പമില്ലാതിരുന്ന സമയങ്ങളിലാണ് ജോർജ് പെൺകുട്ടിയെ പല തവണകളിലായി പീഡിപ്പിച്ചതെന്ന് പോലീസ് പറയുകയും ചെയ്തിരുന്നു. ഒരാഴ്ച മുമ്പ് പെൺകുട്ടി ആത്മഹത്യാ ശ്രമം നടത്തി. തുടർന്ന് മാതാപിതാക്കൾ അന്വേഷിച്ചപ്പോഴാണ് ഇത് സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. പീഡിപ്പിക്കപ്പെട്ട കാര്യം കുട്ടി അപ്പോൾ തന്നെ തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയെ തുടർന്ന് കൂടുതൽ അന്വേഷണം നടക്കുകയും ഇദ്ദേഹം ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെല്ലാം അവസാനിച്ചൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ മാനന്തവാടിയിൽ അദ്ദേഹം പോലീസിന് കീഴടങ്ങിയിരിക്കുന്നത്. അതായത് ഒളിവിൽ പോയ ജോർജിന് വേണ്ടി പോലീസ് നേരത്തെ തിരച്ചിൽ ശക്തമാക്കിയിരുന്നു. ഒരു അനിശ്ചിതത്വയ്ക്ക് ശേഷമാണല്ലോ ഇയാളെ വീണ്ടും കിട്ടുന്നത്. പാർട്ടി നടപടി അടക്കമുണ്ടായിരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്? തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിട്ടുള്ള വിവരങ്ങളും വന്നിരുന്നു. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഏതായിരുന്നാലും അദ്ദേഹത്തെ ഒളിവിൽ പോയ ജോർജിനെതിരെ അന്വേഷണം പോലീസ് ശക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതി നേരിട്ട് വന്ന് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്.